ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി കൃപാവരങ്ങൾ എന്നുള്ള വിഷയം പഠിക്കുവാനൊരു അവസരം ദൈവം നൽകുന്നു. കഴിഞ്ഞ മാസം വരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ഇല്ലാത്ത കൃപാവരങ്ങളാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ മാസം വരെ. ഇനി ഉള്ള ആഴ്ചകളിൽ ആദിമ നൂറ്റാണ്ടിലും ഇപ്പോഴും ഉള്ള കൃപാവരങ്ങളെ പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒരു ഗണത്തിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം സുവിശേഷകന്മാർ, ഇവാഞ്ചലിസ്റ്റ്സ് എന്നുള്ള കൃപാവരമാണ്. ഈ ഒരു വാക്ക് പുതിയ നിയമത്തിൽ 3 തവണയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 21:8, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:11, പിന്നെ 2 തിമോത്തിയോസ് 4:5. ഈ 3 ഭാഗത്ത് മാത്രമേ സുവിശേഷകന്മാർ എന്നുള്ള വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് പ്രാരംഭമായിട്ട് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. അതൊന്ന് വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:11. ഓക്കെ, നമ്മളിവിടെ വായിക്കുന്ന കാര്യം ചിലരെ സുവിശേഷകന്മാരായിട്ട് നിയമിച്ചു. യേശു ചിലരെ സുവിശേഷകന്മാരായിട്ട് നിയമിച്ചു. സുവിശേഷകൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നുള്ളത് സുവിശേഷം പ്രസംഗിക്കുന്നവൻ, ദ വൺ ഹൂ പ്രൊക്ലെയിംസ് ദ ഗോസ്പൽ. ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ എല്ലാ വിശ്വാസികളും സുവിശേഷം പങ്കിടേണ്ട ആൾക്കാരാണ്. അതായത് ഒരു സഭയിലെ മൂപ്പന്മാരുടെയോ സുവിശേഷകന്മാരുടെയോ മാത്രം ജോലിയല്ല സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത്. അത് രക്ഷിക്കപ്പെട്ട എല്ലാ വിശ്വാസികൾക്കുമുള്ള ഉത്തരവാദിത്വമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചിലരെ ഇവാഞ്ചലിസ്റ്റ്സ് ആയിട്ട്, സുവിശേഷകന്മാരായിട്ട് നിയമിക്കുന്നത്? God calls some people to devote all of their time and efforts to this task, and so this is a full-time ministry. ചിലരെ ദൈവം വിളിക്കുന്നത് അവരുടെ എല്ലാ സമയവും അവരുടെ എല്ലാ പ്രയത്നവും ഈ ഒരു ദൗത്യത്തിലേക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ചിലർക്ക് ഇതൊരു പൂർണ്ണസമയ വേലയാണ്. നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ഒരു സുവിശേഷകന്റെ ജോലികൾ എന്തൊക്കെയാണ്. വാട്ട് ആർ ദ ജോബ്സ് ഓഫ് an evangelist? 1. To preach the gospel as a full-time calling and find their livelihood through this. പൂർണ്ണസമയം സുവിശേഷം പ്രസംഗിക്കുകയും അതിലൂടെ അവരുടെ ഉപജീവനത്തെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത്. 1 കൊരിന്ത്യർ 9:14 നമ്മൾ അതാണ് കാണുന്നത്. Those who preach the gospel should live by the gospel. അതൊന്ന് വായിക്കാം, മലയാളത്തിൽ ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9:14. അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു. യെസ്, മൂപ്പന്മാരും സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും നമ്മൾ മാറ്റി നിർത്തിയാൽ ബാക്കി സഭാ അംഗങ്ങൾ അവരുടെ ജോലിയോട് കൂടിയിട്ട് അവർ സുവിശേഷം പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ സുവിശേഷകൻ ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണസമയമായിട്ട് ഈ ഒരു വേല ചെയ്യുന്നുണ്ട്. അപ്പോൾ സുവിശേഷകൻ എന്നുള്ള നിലയിൽ അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഇതാണ് ഈ വ്യക്തിയുടെ ഒരു റോള്. ആസ് ഫാർ ആസ് an unbeliever is concerned, this is the role of an evangelist. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സുവിശേഷകന്റെ സ്ഥാനം സഭയ്ക്ക് പുറത്താണ്, സഭയ്ക്കുള്ളിൽ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല എന്ന് പലരും പറഞ്ഞതായിട്ട് എനിക്കറിയാം. അത് ഞാൻ കേട്ടിട്ടുമുണ്ട്. അപ്പോൾ സുവിശേഷകന്മാരുടെ റോള് പുറത്താണെന്നുള്ളത് സത്യമാണ്, പക്ഷേ അതല്ല മുഴുവൻ സത്യം. അകത്തും റോളുണ്ട്. ഹി ഹാസ് എ റോൾ ഇൻ ദ ലോക്കൽ ചർച്ച് ദാറ്റ് ഹി ഈസ് എ പാർട്ട് ഓഫ്. താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭയിൽ തനിക്ക് ഒരു പങ്ക് വഹിക്കാനുണ്ട്. Along with the elders and teachers, the evangelist should be involved in preaching and teaching of God's word.
ഒരു സ്ഥലം സഭയിലെ മൂപ്പന്മാരും ഉപദേഷ്ടാക്കന്മാരോടൊപ്പം സുവിശേഷകന്മാർ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. എന്ന് വെച്ചാൽ വചനം പഠിപ്പിക്കുക എന്നുള്ളത് മൂപ്പന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും സുവിശേഷകന്മാരുടെയും ജോലിയാണ് ഒരു സഭയിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ 3 പേരും ഈ കാര്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഇനി ഞാൻ പറയാൻ പോകുന്ന 2 കാര്യങ്ങൾ നിവൃത്തിയാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ടു എക്യുപ്പ് ദ സെയിൻസ് ഫോർ ദ വർക്ക് ഓഫ് മിനിസ്ട്രി. വിശുദ്ധന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട് സുവിശേഷകൻ സഭയിൽ വചനം പഠിപ്പിക്കുന്നു. പിന്നെ രണ്ടാമതായിട്ട്, ടു ബിൽഡ് അപ്പ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ ശരീരത്തെ വളർത്താൻ അല്ലെങ്കിൽ അഭിവൃദ്ധിപ്പെടുത്തുവാൻ. അപ്പോൾ സുവിശേഷകന് സ്ഥലം സഭയിൽ ഒരു അവിഭാജ്യ വേലയുണ്ട്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വേലയാണ്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് സുവിശേഷൻ്റെ പങ്ക് പുറത്ത് മാത്രമാണെന്ന് പറഞ്ഞാൽ വചനപ്രകാരം നമുക്കതിനോട് യോജിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അപ്പോൾ ഇതൊക്കെ രണ്ടും ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത്? എയിം ഓഫ് ദീസ് 2 points, so that the believers attain to the unity of faith, to the knowledge of the Son of God, to mature manhood, to the measure of the stature of the fullness of Christ. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 11 മുതൽ 16 വാക്യങ്ങളിൽ വ്യക്തമാണ്. അത് നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോവാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരെയും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത്തിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷകളുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനവിനെയും ആകുന്നു. അപ്പോൾ ഒരു ചെറിയ വേലയാണോ ഒരു സുവിശേഷകന് ഒരു പ്രാദേശിക സഭയിലുള്ളത്? അല്ല. വിശ്വാസികൾ കർത്താവിനോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുവാനും ദൈവപുത്രൻ്റെ ജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുവാനും വിശ്വാസത്തിൽ ഐക്യം ഉണ്ടാകുവാനും സുവിശേഷകന് വലിയൊരു പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആണ് നമ്മൾ ആദ്യമായിട്ട് കണ്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സുവിശേഷകന്മാരുടെ ജോലികൾ. മൂന്നാമത്തെ കാര്യം, നമുക്ക് 2 തിമോത്തിയോസ് 4-ന്റെ 1 മുതൽ 5 വരെ ഉള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാം. 2 തിമോത്തിയോസ് 4-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നു. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടി ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവൻ അത്യുപദേശം ഓർക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേശകന്മാരെ പിരിക്കുകയും സത്യത്തിന് ചെവികൊടുക്കാതെ കെട്ടുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർബന്ധനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുക. നിന്റെ ശുശ്രൂഷ നിറവഴിയായി ഞാനോ ഇപ്പോൾ തന്നെ ഹാനിയാഗമായി ഒടുക്കപ്പെടുന്നു. മതി. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പൗലോസ് തിമോത്തിയോസിനെ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്? ഒരു സുവിശേഷകനായിട്ട്, സുവിശേഷകന്റെ വേല തികയ്ക്കുക. സുവിശേഷകൻ എന്നുള്ള ഒരു കൃപാവരം തിമോത്തിയോസിന് ലഭ്യമാകുന്നത് 2 തിമോത്തിയോസ് 1:6 പറഞ്ഞിരിക്കുന്നത് പോലെ രക്ഷിക്കപ്പെട്ട സമയത്ത് കൈവെപ്പിനാൽ തനിക്ക് ലഭ്യമായ സമയത്താണ്. അതിനെ കെടുത്തിക്കളയരുത്, അതിങ്ങനെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ 2 തിമോത്തിയോസ് 4-ന്റെ 1 മുതൽ 5 വരെയുള്ള പശ്ചാത്തലത്തിൽ സുവിശേഷകന്റെ വേല നിവർത്തിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? വാട്ട് ഡസ് ദ ഫ്രേസ് ഡു ദ വർക്ക് ഓഫ് എൻ ഇവാഞ്ചലിസ്റ്റ് മീൻ വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദിസ് പാസേജ്?
വ്യക്തമായിട്ട് നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് വെളിയിൽ പോയി സുവിശേഷം പറയുന്നതല്ല ഇവിടുത്തെ അർത്ഥം. ശരിയാണ്, സുവിശേഷൻ എന്ന നിലയിൽ തിമോത്തിയോസിന് അവിശ്വാസികളോടുള്ള ഉത്തരവാദിത്വം അതുണ്ട്. പക്ഷെ അതല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്ന കാര്യം. പിന്നെന്താണ്? പൗലോസ് ഒരു താക്കീത് കൊടുക്കുന്നുണ്ട്. പത്യോപദേശം കേൾക്കാൻ ആഗ്രഹിക്കാത്ത എന്ന് വെച്ചാൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത, സീരിയസ് ബൈബിൾ സ്റ്റഡിക്ക് പ്രാധാന്യം കൊടുക്കാത്ത ചിലർ സഭയിൽ നിന്നും വരുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ഈ വ്യക്തികൾ വചനം എന്ത് പറയുന്നു എന്നുള്ളത് കേൾക്കാൻ ആഗ്രഹിക്കാതെ അവർക്കിഷ്ടമുള്ളത് കേൾക്കുവാൻ ആഗ്രഹിച്ച് അത് പറയുന്നവരുടെ പിന്നാലെ പോകും. അവർ സത്യത്തിൽ നിന്നും വഴിമാറി സത്യമല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകും. ഇതാണ് ഇവിടുത്തെ പശ്ചാത്തലം. ഇത് സഭയ്ക്കുള്ളിൽ ഉള്ള ആൾക്കാരുടെ കാര്യമാണ്, വിശ്വാസികളല്ല. സഭയ്ക്ക് ഉള്ളിൽ ഉള്ള വിശ്വാസികളുടെ ഒരു കവറിംഗ് ഉള്ള വിശ്വാസികൾ. ഇപ്പോൾ 2 തിമോത്തിയോസ് 3 അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു വരുമ്പോൾ ഭക്തിയുടെ വേഷമണിഞ്ഞ് അതിൻ്റെ ശക്തിയെ ത്യജിച്ച് കളയുന്നവർ, ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുവിൻ എന്നാണ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഭക്തിയുടെ വേഷമണിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? തിമോത്തിയോസ് ഇവരെ കാണാൻ പോകുന്നത് സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്കുള്ളിലാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ മറ്റൊരു ആംഗിളാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങളിൽ കാണുന്നത്. ഇങ്ങനെയുള്ള ഡീവിയൻ്റ് ബിഹേവിയർ ഉള്ള ആൾക്കാർ അവരുടെ വചനത്തോടുള്ള സമീപനം ഇങ്ങനെയായിരിക്കും. സത്യം കേൾക്കാൻ ആഗ്രഹിക്കാതെ അവരുടെ ചെവികൾ ഇങ്ങനെ ടിക്കിൾ ചെയ്ത് അവരെ സൂഹിപ്പിക്കുന്ന പ്രാസംഗികരെ അവർക്ക് അത് മതി അവർക്ക്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് തിമോത്തിയോസ് സകല ദീർഘക്ഷമയോടുകൂടെ ശാസിക്കണം, തർജ്ജനം ചെയ്യണം, ഉപദേശിക്കണം. കാരണം അസമയത്തും സമയത്തും വചനവുമായിട്ട് ഒരുങ്ങി നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനോടകം കണ്ടത്. അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, സഭയ്ക്കുള്ളിലെ അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, ഓക്കെ, പുറത്തുള്ള അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, അകത്തുള്ള വിശ്വാസികളോടുള്ള ബന്ധത്തിൽ, പിന്നെ അകത്തുള്ള അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഉള്ള ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞത്. ഇനി 4-ാമതായിട്ട് നമ്മൾക്ക് അപ്പോസ്തല പ്രവൃത്തി 21-ന്റെ 8-ാമത്തെ വാക്യം, 21 അതിൻ്റെ 21-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ പുതിയ നിയമത്തിൽ സുവിശേഷകൻ എന്നുള്ള ടൈറ്റിലുള്ള മറ്റൊരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നേരത്തെ വായിച്ച ഭാഗത്ത് തിമോത്തിയോസ് ആയിരുന്നു ആ ടൈറ്റിൽ വഹിച്ചിരുന്നതെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് ഫിലിപ്പോസ് ആണ് ആ ഒരു ടൈറ്റിൽ വഹിക്കുന്നത്. ഈ ഭാഗം പറയുന്നത് പോലെ 7 പേരിൽ ഒരുവനായ, 7 പേര് എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തി 6-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ സ്തേഫാനോസ് അടക്കം 7 പേരെ വിധവകളുടെ ശുശ്രൂഷയ്ക്കായിട്ട് നിയമിച്ചല്ലോ. അതിലൊരുവനാണ് ഫിലിപ്പോസ്. ഫിലിപ്പോസ് ഒരു സുവിശേഷകനായിരുന്നു. യെരുശലേം സഭയിൽ ഒരു ആവശ്യം അപ്പോസ്തല പ്രവൃത്തി 6-ൽ വന്നു. എന്ന് വെച്ചാൽ സഭ ഭിന്നതയിലേക്ക് പോകുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എബ്രായ ഭാഷ സംസാരിക്കുന്ന വിധവമാരും യവന ഭാഷ സംസാരിക്കുന്ന വിധവമാരും തമ്മിലൊരു ക്ലാഷ്. അതായത് ഡെയിലി ഡിസ്ട്രിബ്യൂഷന്, വിധവമാർക്കുള്ള ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റക്കുറച്ചിൽ അനുഭവിച്ചിട്ട് അതിൻ്റെ ഒരു പരാതി അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനിറ്റി വരുന്നതിന് മുമ്പ് ഗ്രീക്ക് സ്പീക്കിംഗ് യഹൂദന്മാർക്ക് ഒരു സിനഗോഗും എബ്രായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാർക്ക് മറ്റൊരു സിനഗോഗുമായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനിറ്റി വന്നതോടുകൂടെ ഈ ഒരു അന്തരം ഇല്ലാതെയായി. എല്ലാവരും ഒന്നായിട്ട് തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം വരുമ്പോൾ ഈ നേരത്തെ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭിന്നത
ഇനിയും ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ പിന്നെ സഭയ്ക്ക് എന്ത് സാക്ഷ്യമാണുള്ളത്? പിന്നെ ക്രിസ്തീയ വിശ്വാസവും പഴയ യഹൂദ വിശ്വാസവും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അപ്പോസ്തലന്മാരുടെ പ്രയോറിറ്റി വചനം പഠിപ്പിക്കുന്നതും പ്രാർത്ഥനയിലും അവർ തുടർന്നു പോകുമെന്നുള്ള പ്രയോറിറ്റി വെച്ച് അവർ തന്നെ നിർദ്ദേശിച്ചു, നിങ്ങൾ 7 പേരെ തിരഞ്ഞെടുക്കുക. ഞങ്ങൾ ഈ ജോലി അവരെ പരിമേൽപ്പിച്ച് ഞങ്ങളുടെ കോർ ജോലിയിലേക്ക് ഞങ്ങൾ മടങ്ങും. ഓക്കെ, അതിലൊരു വ്യക്തിയാണ് ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ. ഫിലിപ്പോസ് എന്ന സുവിശേഷകന് സഭയിലെ വിധവമാരെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു ഡീക്കൻ്റെ ജോലി, ഒരു ശുശ്രൂഷകൻ്റെ ജോലി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു സുവിശേഷകൻ അവൻ്റെ പ്രസംഗവും സുവിശേഷീകരണം എന്ന ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ സഭയിൽ ഇത്തരം ശുശ്രൂഷകളിലും അവർക്ക് പങ്കാളികളാകാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം. ഓക്കെ, ഇനി സുവിശേഷകന്മാരുടെ റോൾ കുറച്ചുകൂടെ മനസ്സിലാക്കുവാനുള്ള ഒരു ഡ്രോയിങ് നിങ്ങളുടെ മനസ്സിൽ 2 സർക്കിൾ അഡ്ജസൻ്റ് ആയിട്ട് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 സർക്കിൾ ഇങ്ങനെ ഉള്ളതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യണം. 2 സർക്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ 2 സർക്കിളും മീറ്റ് ചെയ്യുന്ന ചില പോയിന്റ്സ് ഉണ്ടാവും, ഒരു കോമൺ പോയിന്റ് ഉണ്ടാവും. ഓക്കെ, ഒരു സർക്കിൾ മൂപ്പന്മാരും ഉപദേഷ്ടാക്കരും, മറ്റേ സർക്കിൾ സുവിശേഷകന്മാരുമാണ്. ഈ 2 കൂട്ടരും, ഒരു കൂട്ടർക്ക് മുഖ്യമായിട്ട് സഭയ്ക്കുള്ളിലെ ഉത്തരവാദിത്തമാണ് മൂപ്പന്മാർക്കും ഉപദേഷ്ടാക്കന്മാർക്കും, സുവിശേഷകന്മാർക്കും മുഖ്യമായിട്ട് പുറത്ത്. പക്ഷെ എന്നാൽ ഇവർ 2 പേരും ജോയിൻ ചെയ്യുന്ന ഒരു കോമൺ ഏരിയ ഉണ്ട്, അതാണ് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ഓഫ് ഗോഡ്സ് വേർഡ്. ഓക്കെ, ഈ ചിത്രം നമ്മൾ മനസ്സിൽ എപ്പോഴും നമ്മൾ വെക്കണം. ഇനി ലെസൺസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഫോർ ഇവാഞ്ചലിസ്റ്റ്സ്. സുവിശേഷകന്മാരുള്ള ബന്ധത്തിൽ നാം പഠിക്കേണ്ട ചില പാഠങ്ങളും പ്രായോഗികമാക്കേണ്ട ചില കാര്യങ്ങളും. ഒന്നാമതായിട്ട്, സിൻസ് ദേ ആർ റിക്വയർഡ് ടു ടീച്ച് ദ സ്ക്രിപ്റ്റേഴ്സ്, they need to learn the word systematically in order to rightly interpret it for the church. വചനം പഠിപ്പിക്കണം എന്നുള്ള ഉത്തരവാദിത്തം ഇവരുടെ മേൽ ഉള്ളതുകൊണ്ട് ഇവർക്കുള്ള ആവശ്യം വചനം ക്രമമായിട്ട് പഠിക്കുവാനും ശരിയായ രീതിയിൽ വ്യാഖ്യാനം ചെയ്യുവാനുമുള്ള ഉത്തരവാദിത്തം ഇവരുടെ മേൽ ഉണ്ട്. ഇപ്പം ചില സുവിശേഷകന്മാർ പറയും, എനിക്കങ്ങനെ വലിയ ബൈബിൾ കോളേജിലൊന്നും പോയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതെന്തോ വലിയ ക്രെഡിറ്റ് പോലെ പറയുന്നത്, ഞാൻ എങ്ങും പോയി പഠിച്ചിട്ടില്ല, പിന്നെ സുവിശേഷം പറയുന്നതിന് എന്താ ഇത്ര പഠിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ വചനം പഠിക്കണമെന്നുള്ള കാര്യത്തിൽ, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഗൗരവമില്ലാതെയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ സുവിശേഷം പറയുന്ന ആൾക്കാർ സീരിയസ് ടോക്ക് വിത്ത് അൺബിലീവേഴ്സ്, അത് ചെയ്യുന്ന ആൾക്കാരും എത്രത്തോളം വചനം അറിയണമെന്നുള്ളത് ചെയ്തവർക്ക് മനസ്സിലാവും. മറ്റ് വിശ്വാസത്തിലുള്ള ആൾക്കാരോട് സുവിശേഷം പറയുമ്പോൾ അവരെന്തെങ്കിലും ചോദ്യം നല്ലപോലെ ചോദിച്ചാൽ അത് ആൻസർ ചെയ്യാനുള്ള നോളജ് വേണം. ആ നോളജ് വേണമെങ്കിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. അതുകൊണ്ട് ചുമ്മാ ഒന്നും പഠിക്കാതെ പോയി ചെയ്യാനുള്ള കാര്യമല്ല ഇത്. നമ്മുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണിത്. പണ്ടൊക്കെ എന്താ പറയുക, ഒട്ടും ബ്രൈറ്റ് അല്ലാത്ത ആൾക്കാരെ ഇതിനായിട്ട് വിടും. നല്ലപോലെ പഠിക്കാൻ പ്രാപ്തിയുള്ളവരെ ഡോക്ടർമാരും എൻജിനീയർമാരും അങ്ങനെയുള്ള സാധ്യതകളുള്ള മേഖലയിലേക്ക് വിടും. പഠിത്തത്തിൽ അല്പം പുറകോട്ടായിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ട് വിടും, ബൈബിൾ കോളേജിലോട്ട് വിടും. പണ്ടത്തെ ഒരു പ്രവണത, ഇപ്പം അത്രയില്ല, അങ്ങനെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ജീവിച്ച ഒരു സമൂഹത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മൾ മനസ്സിലാക്കണം, ദിസ് ജോബ് ഇൻവോൾവ്സ് എ സീരിയസ് സ്റ്റഡി ഓഫ് ഗോഡ്സ് വേർഡ്. ഈ ഒരു ജോലിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് വളരെ ഗൗരവമായിട്ട് വചനം പഠിക്കുക
എന്നുള്ളത്, വചനം പഠിപ്പിക്കുക എന്നുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ലെസൺ, ഇവാഞ്ചലിസ്റ്റ് ഷുഡ് ഹാവ് ദ സെർവൻറ്റ് ലൈക്ക് ആറ്റിറ്റ്യൂഡ് ടു ഹെൽപ്പ് ഇൻ മാറ്റേഴ്സ് ദാറ്റ് ആർ നോൺ കോർ ജോബ്സ് ഓഫ് ദി എൽഡേഴ്സ്. ഒരു മൂപ്പന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിയുണ്ട്, ഇമ്പോർട്ടൻ്റ് അല്ലതായിട്ടുള്ള ജോലിയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രാധാന്യമുള്ള, വചനം പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ജോലികളാണ് ഇമ്പോർട്ടൻ്റ്. ബാക്കിയുള്ളത്, അതായത് ഈ ഹാളിൻ്റെ അറേഞ്ച്മെൻറ്റ്സും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടത്തുന്നതും കർത്തൃമേശയുടെ അഡ്മിനിസ്ട്രേഷനും, അതെല്ലാം ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം നോൺ എസെൻഷ്യൽ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മൂപ്പന് അദ്ദേഹത്തിൻ്റെ കോർ ഡ്യൂട്ടീസ്, പ്രാധാന്യമുള്ള ജോലി നിറപടിയായിട്ട് ചെയ്യുവാൻ അവരുടെ മേലുള്ള ഈ നോൺ എസെൻഷ്യൽ ഡ്യൂട്ടീസ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഈ സുവിശേഷകന്മാർ തയ്യാറാകണം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടല്ലോ? മൂപ്പനെല്ലാം ചെയ്യാതെ പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി പ്രയോറിറ്റി അല്ലാത്ത കാര്യങ്ങൾ സുവിശേഷകന്മാർ ആ ഭാരം ഏറ്റെടുത്ത് ഇവരുടെ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ ചെയ്യുവാൻ ഫ്രീ ആക്കണം. അതാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. 3, ഇവാഞ്ചലിസ്റ്റ് ഷുഡ് ഗിവ് റൈറ്റ് പ്രയോറിറ്റി ടു ചർച്ച് മീറ്റിംഗ്സ് ബൈ ടീച്ചിങ് ആൻഡ് ബീങ് അവൈലബിൾ ടു ദ ചർച്ച്. സുവിശേഷകന്മാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ലെസൺ, സഭായോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. എല്ലാ സഭയോഗങ്ങൾക്കും മുടക്കമില്ലാതെ വരുവാനും സംബന്ധിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള പ്രയോറിറ്റി സുവിശേഷകന്മാർക്കുണ്ടാവണം. ഞാനൊക്കെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ സ്ഥലം സഭകളിൽ സുവിശേഷകന്മാർ അധികം ഉണ്ടാവാറില്ല, കൂടുതലും സഞ്ചരിക്കാറാണ് പതിവ്. പക്ഷേ വചനപ്രകാരം അങ്ങനൊരു പ്രവണത ഞാൻ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഹി ഹാസ് ടു ബി അവൈലബിൾ ഫോർ ദ ചർച്ച്. സഭകളുടെ യോഗങ്ങൾക്ക് ഇദ്ദേഹം അവൈലബിൾ ആകണം. 4, ആൻ ഇവാഞ്ചലിസ്റ്റ് ലൈക്ക് എനി അതർ ഗോഡ് ഡെസിഗ്നേറ്റഡ് പ്രീച്ചർ ഷുഡൻറ്റ് ബി someone who seeks to be a man pleaser by preaching only what people wish to listen. മറ്റേത് പ്രാസംഗികനെ പോലെ ഒരു സുവിശേഷകൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരാളാകരുത്. അതായത് മനുഷ്യർക്ക് എന്താണ് കേൾക്കാൻ ആഗ്രഹം അത് മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്നുള്ള നിലയിലേക്ക് ഒരു സുവിശേഷകൻ ചെല്ലരുത്. മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? ഹി ഷുഡ് ബി ഫെയ്ത്ത്ഫുൾ ടുവേർഡ്സ് ഗോഡ് ഹു അപ്പോയിൻറ്റഡ് ഹിം ഫോർ സച്ച് എ ടാസ്ക് ബൈ പ്രീച്ചിങ് എക്സാക്ട്ലി വാട്ട് ദ ബൈബിൾ സേസ് ആൻഡ് വാട്ട് ദ പീപ്പിൾ നീഡ് ടു ലിസൺ. വചനം എന്താണ് പറയുന്നത് അത് അതേ രീതിയിൽ പ്രസംഗിക്കാനും ജനങ്ങൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നല്ല, കേൾക്കേണ്ടത്, ജനങ്ങൾ എന്താണ് കേൾക്കേണ്ടത് അത് തന്നെ പ്രസംഗിച്ച് ദൈവത്തോട് വിശ്വസ്തത പാലിക്കാനാണ് ദൈവം ഇവരിൽ നിന്നും ആഗ്രഹിക്കുന്നത്. 5, an evangelist must not engage in behavior that puts a blemish on the dignity of his calling. Rather, he must be an example. ഒരു സുവിശേഷകൻ അവൻ്റെ വിളിക്ക് വിഘ്നം വരുത്തുന്ന ഒരു സ്വഭാവത്തിലും അല്ലെങ്കിൽ പെരുമാറ്റത്തിലും ചെന്ന് ഏർപ്പെടരുത്. മറിച്ച് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു മാതൃകയാവണം. നമുക്ക് 1 തിമോത്തിയോസ് 4:12 പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നമ്മളവിടെ കാണുന്നുണ്ട്. ഏതൊക്കെ രീതിയിലാണ് തിമോത്തിയോസ് ഒരു മാതൃകയാകേണ്ടത്? 1 തിമോത്തിയോസ് 4:12 നമുക്ക് വായിക്കാം. യെസ്, ഇത്തരം കാര്യങ്ങളിൽ തിമോത്തിയോസ് ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഒരു മാതൃകയായിരിക്കണം. ചില വ്യക്തികൾ ഈ വിളിക്ക് ഒത്തവണ്ണം ജീവിക്കാതെ അല്ലെങ്കിൽ അതിന് വിഘ്നം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ വിളിയിലേക്ക് വന്ന മറ്റുള്ളവരുടെ സൽപ്പേരും അതിനാൽ ദുഷിക്കപ്പെടുന്നുണ്ട്. ഒരു 10 സുവിശേഷകന്മാരുണ്ടെന്ന് വിചാരിക്കുക. അതിൽ 2-3 പേര് ഈ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ചീത്തപ്പേര് ഇത് വിശ്വസ്തയോട് ചെയ്യുന്ന മറ്റുള്ളവരിലേക്കും വന്ന് ഭവിക്കുന്നുണ്ട്. അതുണ്ടാവരുത്.
നമ്മളുടെ ഇടയിൽ. ഇനി ആറാമതായിട്ട്, an evangelist must refrain from things like making marriage alliances or involving in real estate for living. അതായത് സുവിശേഷം പ്രസംഗിക്കുന്നവൻ അതിൽ നിന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തേണ്ടത്. അല്ലാതെ മാരേജ് ബ്യൂറോ നടത്തി അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സ്ഥലക്കച്ചവടത്തിൽ ഏർപ്പെട്ട് അതിൽ നിന്നുമല്ല. പലരും അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന ഒരാൾക്ക് ഒരു ആലോചന കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. പക്ഷേ കമ്മീഷൻ മേടിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകരുത്. അത് പലപ്പോഴും പലരും ചെയ്യുന്നുണ്ട്, എനിക്കറിയാം, അത് പലരും ചെയ്യുന്നുണ്ട്. അങ്ങനെ പലരും ചെയ്യുമ്പോൾ എന്ത് സന്ദേശമാണ് നമ്മൾ വിശ്വാസ സമൂഹത്തിന് കൊടുക്കുന്നത്? മണി മൈൻഡഡ്നെസ് ആണ്. ഈ വ്യക്തി മണി മൈൻഡഡ് ആണെന്നുള്ളത് പച്ചയ്ക്ക് പറയുക ലോകത്തിനും. അതുണ്ടാവരുത്. ഓക്കെ. ഇനി അപ്പോൾ ഇതെല്ലാം ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലെസൺസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി സഭയ്ക്ക് സുവിശേഷകന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ഉത്തരവാദിത്വം എന്താണ്? ഇത് പലവരും പറയാറില്ല, പ്രസംഗിക്കാറുമില്ല. സുവിശേഷകൻ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറയും. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കാണും. പക്ഷേ സഭയ്ക്ക് ചില കാര്യങ്ങൾ ഇവരോടുള്ള ബന്ധത്തിൽ ചെയ്യാനുണ്ട്. അത് നമുക്കൊന്ന് ഓർക്കാം. ഒന്ന്, the church shouldn't see them as people whose job is only on the outside. അതായത് സഭ ഒരിക്കലും ഒരു സുവിശേഷകനോട് നിങ്ങൾക്കിവിടെ വലിയ റോളൊന്നുമില്ല, ഇവിടുത്തെ കാര്യങ്ങളിൽ കൂടുതൽ തലയിടാൻ വരരുത് എന്ന് പറയരുത്. നിങ്ങളുടെ ജോലി പുറത്താണ്, ഇങ്ങോട്ടേക്ക് കയറി ഇടപെടരുത് എന്ന് പറയരുത്. നമ്മൾ പഠിച്ച വചനപ്രകാരം അവർക്ക് സഭയ്ക്കുള്ളിൽ റോളുണ്ട്. ഒരു സുവിശേഷകനൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരു മൂപ്പിനൊപ്പം തന്നെയുള്ള റോളാണ് ഒരു സുവിശേഷകനുള്ളത്. Number 2, the church shouldn't compel an evangelist to move from the church or treat him as though he isn't needed in the church. ഒരു സുവിശേഷകൻ ഈ സഭയിൽ വേണ്ട എന്ന് പറയുന്ന ചില സഭകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഒരു സുവിശേഷകൻ്റെ ആവശ്യമില്ല എന്ന് ചില സഭകൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് an utter blasphemy. It's an utter wrong thing to say. കർത്താവ് മൂപ്പന്മാർ മാത്രമല്ല ദാനമായിട്ട് കൊടുത്തത് സഭയ്ക്ക്, സുവിശേഷകന്മാരും ദാനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ സഭയിൽ ഒരു സുവിശേഷകനെ വേണ്ടെന്ന് പറയുന്നത് എന്ത് ധൈര്യത്തിലാണ്? ഒരു വ്യക്തി സുവിശേഷകനായിട്ട് വരുമ്പോൾ ചില സഭകൾ എന്താ ചെയ്യുന്നത്? ഇവിടുന്ന് വേറൊരു വേറെ സ്ഥലം തിരഞ്ഞെടുത്ത് പോകണം എന്ന് നിർബന്ധിക്കുക, അല്ലെങ്കിൽ അത് പറയാതെ പറയുന്നു. ചില സാഹചര്യങ്ങളിൽ അവനെ ഇവിടെ ആവശ്യമില്ല എന്നൊക്കെ പരോക്ഷമായിട്ടും പരസ്യമായിട്ടും ഒക്കെ പറയുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു സഭ എന്താണ് ചെയ്യേണ്ടത്? ഗിവ് ദാറ്റ് പേഴ്സൺ ദ സ്പേസ് ടു ഫ്ലറിഷ് വിത്തിൻ ദ ഹോം ചർച്ച്. ആ മാതൃസഭയിൽ ഈ സുവിശേഷകന് വളരാനും യൂസ്ഫുൾ ആകുവാനും ഉള്ള സ്പേസ്, സ്ഥലം സഭ ആ വ്യക്തിക്ക് കൊടുക്കണം. അതായത് ആ വ്യക്തി സ്വന്തം സഭയിലായിരിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നരുത്. എന്താ ചോദിച്ചോട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ പോയാൽ അവിടുത്തെ സ്ഥലം സഭയിലെ സുവിശേഷകൻ അതാത് പ്രാദേശിക സ്ഥലത്തെ ആളാണോ? അല്ല. അവിടെ ഉള്ള ആൾക്കാർ പുറത്തു പോയിട്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ഒരു പ്രവാചകനും സ്വന്തം സ്ഥലത്ത് വലിയ പ്രോമിനൻസ് ഇല്ല എന്ന് പറഞ്ഞതുപോലെ, ഞാൻ കണ്ട ഒരു സത്യമാണ്, പല സ്ഥലം സഭകളിലും അവരിൽ നിന്നും വന്ന സുവിശേഷകന്മാർ അവർക്കവിടെ നിൽക്കുവാനൊരു സന്തോഷമില്ല. കാരണം സഭ അങ്ങനെ അവരെ വെൽക്കം ചെയ്യുന്നില്ല, അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അവർക്ക് വളരാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല. ഒരുതരം ഫ്രസ്ട്രേഷനാണ് ഇവരുടെ മനസ്സുകളിൽ ഉള്ളത്. ഓക്കെ, പക്ഷെ അതങ്ങനെ ചെയ്യരുത്, സ്പേസ് കൊടുക്കുക. ആൻഡ് വെൻ ദാറ്റ് പേഴ്സൺ ഇസ് പ്രിപ്പയർഡ് ടു റീലൊക്കേറ്റ്, പ്രയർഫുള്ളി സെൻഡ് ഹിം. പറഞ്ഞു വിടുന്നതിന് പകരം ആ വ്യക്തി സ്വമേധ്യ പ്രാർത്ഥനാപൂർവ്വം
ഇവിടുന്ന് വേറൊരു വേലസ്ഥലത്തേക്ക് പോകുന്നു എന്ന് തിരഞ്ഞെടുത്ത് പോകുമ്പോൾ അവനെ പ്രാർത്ഥനയോടെ അയക്കുക. പറഞ്ഞു വിടുന്നതിലും നല്ലത് ആ വ്യക്തിക്ക് തോന്നുമ്പോൾ പ്രാർത്ഥിച്ചു വിടുക എന്നുള്ളതാണ്. ലെറ്റ് മീ ആസ്ക് യു ദിസ്, ഹൗ മെനി ഇവാഞ്ചലിസ്റ്റ്സ് യു നോ വർക്ക് ഇൻ ദർ ഓൺ ലോക്കൽ ചർച്ചസ്? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഞാൻ സുവിശേഷ വേലയ്ക്ക് തിരിഞ്ഞപ്പോൾ ഈ രീതിയിൽ എന്നെ ഗൈഡ് ചെയ്യുവാൻ ആരുമില്ലായിരുന്നു. അതായത് പല വ്യക്തികൾ, ഞാൻ ദുബൈയിൽ നിന്നും വേലയ്ക്കായിട്ട് തിരിഞ്ഞ് ഞാൻ കുറച്ച് നാൾ ദുബൈയിൽ തന്നെ ആയിരുന്നു. പക്ഷെ ചില വ്യക്തികൾ എന്നോട് നാട്ടിൽ പോയി പ്രവർത്തിക്കാൻ പറയുന്നു. പക്ഷേ എവിടെ പോകണമെന്നോ ഏത് സഭയിൽ പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ പിന്നെ ഒരു ഗൈഡൻസും തരില്ല. ഇവിടെ നിൽക്കരുതെന്ന് മാത്രമേ പറയത്തുള്ളൂ. അങ്ങോട്ട് പോക്കണം, പക്ഷേ ഇതിനെപ്പറ്റി ഒരു ഗൈഡൻസും തരില്ല. പക്ഷെ അതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയുന്ന കാര്യം. ഇഫ് ബൈ ഗോഡ്സ് ഗ്രേസ് നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരു സുവിശേഷകൻ നിങ്ങളുടെ അടുത്ത തലമുറയിൽ നിന്നും വന്നാൽ ആ വ്യക്തിക്ക് ഇവിടെ ശുശ്രൂഷകളിൽ ഒരു ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ, ഒരു വേദന ഇല്ലാതെ പ്രവർത്തിക്കാനുള്ള സ്പേസ് നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ഓക്കെ. തേർഡ്, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ചർച്ച് ടു ഫിനാൻഷ്യലി സപ്പോർട്ട് ദ ഇവാഞ്ചലിസ്റ്റ്, നോട്ട് സം ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിനല്ല, മറിച്ച് ഒരു സുവിശേഷകൻ്റെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റേണ്ടത് സ്ഥലം സഭയാണ്. ആ ബേസിക് കാര്യങ്ങൾ നമ്മൾ മറന്നുപോയി. നാലാമതായിട്ട്, the church has the responsibility to nurture younger minds into considering full-time call to ministry. പ്രായം കുറഞ്ഞ ഈ ചെറുപ്പക്കാരെ പൂർണ്ണസഭയെ വേലയ്ക്കായിട്ട് തിരിക്കുവാൻ അല്ലെങ്കിൽ അവരെ അതിൽ വളർത്തുവാൻ ഉള്ള ഉത്തരവാദിത്വം സഭകൾക്കുണ്ട്, സ്ഥലം സഭകൾക്കുണ്ട്. മാതാപിതാക്കൾക്കും ആ ഒരു ഉത്തരവാദിത്വമുണ്ട്. പൊതുവെ എൻ്റെ മോൻ വിദേശത്ത് പോകണം, ഈ ജോലി ചെയ്യണം, ആ ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അങ്ങനെ വളർത്തുന്നുണ്ട്. പക്ഷേ ഹൃദയപൂർവ്വം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ, അല്ലെങ്കിൽ ഞാൻ തന്നെ, നമ്മളിൽ എത്ര പേർ എൻ്റെ മകൻ ദൈവവേലയ്ക്ക് തിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? അല്ലെങ്കിൽ എൻ്റെ മകളെ ഒരു സുവിശേഷകനോട് കെട്ടിക്കുവാൻ നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഡു വി ഡിസേർവ് ദാറ്റ്? മാതാപിതാക്കൾക്ക് അങ്ങനെയുള്ള വിഷയമില്ല, പിന്നെ മക്കളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഓക്കെ, ഐ മീൻ ഞാനിപ്പോൾ സുവിശേഷ വേലയ്ക്ക് തിരിഞ്ഞപ്പോൾ പലരും പറഞ്ഞു ഈ ലോകത്തെ ഏറ്റവും വലിയ വിളിയാണ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ജോലിയാണ് നീ തിരഞ്ഞെടുത്തത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരുടെ മക്കൾ എന്താ ചെയ്യുന്നത്? അല്ല, ഈ കാര്യത്തിൽ എന്നെ പ്രൈസ് ചെയ്യുന്നവർ അവരുടെ മക്കളെ ആ കാര്യത്തിന് വിടുന്നുമില്ല, അതിനെപ്പറ്റി പ്രാർത്ഥിക്കുന്നുമില്ല. അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഈ കാര്യം പറയരുത്. ഈ ലോകത്തെ ഏറ്റവും നല്ല മേഖലയാണ് നീ തിരഞ്ഞെടുത്തതെന്ന് പറയരുത്. കാരണം അതിലൊരു മാച്ചിങ് ഇല്ല. ഓക്കെ, ഒരു വലിയ ഒരു കാലയളവിൽ എത്ര യങ്സ്റ്റേഴ്സ് നമ്മളുടെ ഈ കാലഘട്ടത്ത് പൂർണ്ണസമയ വേലയ്ക്ക് തിരിഞ്ഞിട്ടുണ്ട്? യങ്സ്റ്റേഴ്സ് വളരെ വിരളമായിട്ടാണ്. ഓക്കെ, we haven't had a young sister getting married to someone in ministry in a long time. ഒരു പ്രായം കുറഞ്ഞ ഒരു പെങ്കൊച്ച് ഒരു സുവിശേഷനെ കെട്ടി വിവാഹം ചെയ്തു എന്നുള്ള കാര്യം പോലും നമ്മൾക്ക് കേൾക്കുവാനും സാധിക്കുന്നില്ല. ഒരു മിഷൻ മൈൻഡഡ്നെസ് ഇല്ല നമ്മളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ. അതൊക്കെ നമ്മളുടെ വലിയ കുറവുകളാണ് ഒരു സഭയെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഫൈനലി ദ ഫിഫ്ത്ത് തിങ്, വിത്ത് ദാറ്റ് I'll close. Never ever verbally berate any evangelist by using gossip in your family. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരങ്ങളിൽ നിങ്ങളുടെ സഭയിലെ സുവിശേഷകന്മാരെ നിന്ദിച്ചുകൊണ്ടുള്ള സംസാരം ചെയ്യരുത് പിള്ളേരുടെ മുമ്പിൽ. കാരണം അത് അവരുടെ ഉള്ളിൽ വളരെ ഡീപ്പായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളത് തിരിച്ചറിയുന്നില്ല. സഭയെ സ്നേഹിക്കാൻ കഴിയാത്തൊരു തലമുറയെ നമ്മൾ ഇതിലൂടെ വാർത്തെടുക്കുന്നു. എപ്പോഴും ചില വീടുകളിൽ എപ്പോഴും എല്ലാത്തിനും കുറ്റമാണ്, നല്ലതായിട്ട് പറയാനൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മക്കൾ വളർന്നു വരുമ്പോൾ അവരെന്തിനും സഭയെ സ്നേഹിക്കണം?
Why would they want to love the church? പ്രത്യേകിച്ച് സുവിശേഷകന്മാരെ പറ്റി ഇങ്ങനെ പിള്ളേരുടെ മുമ്പിൽ ഇങ്ങനെ പറയും. ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. ഞാൻ ഇപ്പോൾ ഈ ലെസൺസ് ആയിട്ട് പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും കേട്ടത് മനസ്സിലായതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പക്ഷേ നിങ്ങൾ ഒരു സുവിശേഷകൻ എന്നുള്ള വിഷയത്തിനെ പറ്റി ഇത്രയും ഗഹനമായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇതൊന്നും ആരും പറയത്തില്ല. പക്ഷേ നമ്മൾ ഈ ഒരു വിഷയത്തെപ്പറ്റി ഇന്ന് ഇത് കേൾക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ദൈവം നമ്മളെല്ലാവരെയും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ പഠിക്കുവാനും നമ്മളുടെ ഈ ചർച്ചയിൽ നിന്ന് സുവിശേഷകന്മാർ എണീറ്റ് വരുവാനും ശുശ്രൂഷയ്ക്കായിട്ട് ആൾക്കാർ ഇറങ്ങുവാനും ദൈവം ഇതിനെ ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ശുശ്രൂഷ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.